ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ ഈ വീടിൻ്റെ വീട്ടിലേക്കായിട്ടോ ഫംഗ്ഷൻ ഫൈനൽ വർക്കായി തുടങ്ങി. അപ്പോൾ നമ്മളിവിടുത്തെ കുറച്ച് പ്ലംബിംഗ് വർക്കും അതേപോലെ കുറച്ച് ഇലക്ട്രിക് വർക്കും നമുക്ക് ഫൈനലായിട്ട് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി വേണ്ടതാണ് 2-3 ദിവസമായി ഇവിടെ വർക്ക് തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലംബിങ്ങിൻ്റെ പൈപ്പ് കാരണം ഇവിടെ ഒരു കിണറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്താണ് കിണർ റെഡി ആകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള പ്ലംബിങ്ങിൻ്റെ മോട്ടറിൻ്റെ ലൈനും അതേപോലെ വെള്ളത്തിൻ്റെ ലൈനൊക്കെ ഇട്ടിരിക്കുക. അതേപോലെ ഇതിൽ ഇപ്പോൾ 2.25 ഇഞ്ചാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2.25 ഇഞ്ച് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ടാങ്ക് ലൈന് അടിച്ചിരിക്കുന്നത് ആ ഭാഗത്താണ്, അതായത് ആ സൈഡിലാണ് ടാങ്കിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ 2 ടാങ്കാണ് മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വാട്ടർ തോട്ടി അതേപോലെ ഒന്ന് കിണറിന് രണ്ട് സെപ്പറേറ്റ് ടാങ്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് 2 ഇഞ്ച് പൈപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഒരു മോട്ടറിൻ്റെ ലൈൻ ഇവിടുന്ന് കഴിഞ്ഞ് കളച്ചിട്ടിട്ട് ഇതുവരെ കൊണ്ടുവരണം. അപ്പോൾ അത് കിണർ കുത്തിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. കാരണം ഇതിൻ്റെ ഈ സൈഡ് കൂടി അത് ഏത് ഭാഗത്താണ് വരികയെന്ന് അറിയില്ല. അപ്പോൾ മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇട്ടുവെച്ചു. അപ്പോൾ ഒരു 3/4 ഇഞ്ച് പൈപ്പ് എന്തിനാണ് ഇട്ടിരിക്കുന്നത് വെച്ചാലേ നമ്മൾ ഈ ഡയറക്റ്റ് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ടൊരു പൈപ്പ് ഇട്ട് കൊടുക്കും. ഒരു 3/4 ഇഞ്ച് ഡയറക്റ്റ് വെള്ളം നേരെ സിങ്കിലേക്ക് അതിൻ്റെ പൈപ്പാണ് ആ 3/4 ഇഞ്ച് ക്യാപ്പ് ഇട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ അത് നേരെ നമ്മൾ കളച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ സമ്മർസിബിൾ കേബിൾ നമ്മൾ 2.5-ൻ്റെ വയറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കിണറ്റിൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറക്കിക്കുന്ന മോട്ടറാണ് ഇവിടെ വെക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു കോല് കുത്തുമ്പോൾ തന്നെ ഏകദേശം വെള്ളം കാണും, അങ്ങനത്തെ ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന പൈപ്പ് നമുക്ക് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ മീറ്റർ വരുന്നുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ അതിനുള്ള പൈപ്പ് ഇവിടെ ഇട്ടിച്ച് ക്യാപ്പ് ഇട്ടിച്ച് കേട്ടോ. ഇപ്പോൾ ബാക്കി പണി ചെയ്യാണ്ട് ഇപ്പോൾ ഇന്നത്തെ പണി ഇത്രയാണ്. അപ്പോൾ ക്യാപ്പ് ഇട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ക്യാപ്പ് ഇട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് പാനൽ ബോർഡ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ അധികം പാനൽ ബോർഡ് കിച്ചൻ്റെ ഉള്ളിൽ കൊടുക്കാറില്ല, ഒക്കെ പുറത്താണ് കൊടുക്കാറ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 ടാങ്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടാങ്ക് അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് മുകളിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ടാങ്കിൽ നിന്ന് വരുന്ന ലൈന് 1.25 ഇഞ്ച് പൈപ്പാണ്, അപ്പുറത്ത് വരുന്നത് 2 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഐഡിയ നമ്മൾ ചെയ്തിരിക്കണേ. ഇവിടെ 2 ഇഞ്ചിന് അല്ല 1.25 ഇഞ്ചിന് വാൾവ് വെച്ച് കൊടുക്കുന്നത്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ കറണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ തോട്ടിയിൽ പൈപ്പ് കണക്ഷനിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിത് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു വാൾവ് വെച്ച് കൊടുത്തത് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടും ഒരു ഇതിൽ കയറ്റണ്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം 2 സെപ്പറേറ്റ് മതി പറഞ്ഞുകൊണ്ടാണ് 2 ടാങ്ക് വെച്ചത്. പക്ഷേ നമ്മൾ ഈ ഐഡിയ നമ്മളതാണ് കേട്ടോ, ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐഡിയ ചെയ്ത് കൊടുത്തത് മാത്രം. സപ്പോസ് ഇപ്പോൾ ഒരു ദിവസം കറണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലേക്കും വെള്ളം കിട്ടുന്നതാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഈ കിച്ചൻ്റെ അവിടേക്ക് ഒരു വാട്ടർ തോട്ടിയുടെ ലൈന് നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് 1.25 ഇഞ്ചാണ് നമ്മൾ ഔട്ട് ടാങ്കിൻ്റെ വരുന്നത് കേട്ടോ. അപ്പോൾ നേരെ അടിഭാഗത്തേക്ക് ഇടുന്നത് പറഞ്ഞാൽ ഒരു പൈപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഡയറക്റ്റ് വെള്ളം പിടിക്കാനുള്ളതാണ്. ആ കാണുന്ന 3/4 ഇഞ്ച് ഡയറക്റ്റ് നമുക്ക് മോട്ടറിൽ നിന്ന് വെള്ളം പിടിക്കാനുള്ളതാണ്. പിന്നെ അതേപോലെ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഈ അപ്പുറത്തെ ടാങ്കിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടുപോയി. ഏകദേശം മഴ ആയതുകൊണ്ടേ ആകെ അറിയാലോ, മഴയത്ത് പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും വലിയ ടാസ്ക് ഉണ്ടാവില്ല. കാരണം അത്രയും ചളിയായിരിക്കും, ഒട്ടിപ്പിടിക്കും. നമുക്ക് എത്ര പണി എടുത്താലും ഭ്രാന്താവും. നമുക്കിവിടെ പൈപ്പ് ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇതുവരെയൊക്കെ വന്നിരിക്കുന്നത്. കാരണം അവിടെ നേരത്തെ ഞങ്ങൾ 1.5 ഇഞ്ച് ഇടണമെന്ന് വിചാരിച്ചത്, പക്ഷേ അവിടെ അത്ര അതിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ വരെ 1.5 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിക്കാം കേട്ടോ ഇവിടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയാണ് ബാക്കിയുള്ള പ്ലംബിംഗ് സാധനങ്ങളൊക്കെ ആയിരിക്കുന്നത്. ഇവിടെ എന്താ പുഷ് കോക്കാണ് വരുന്നത്. അപ്പോൾ ക്ലോസറ്റിൻ്റെ പുഷ് കോക്കാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, കൺസീൽ വാഷ് ടാങ്ക് അല്ല. അപ്പോൾ അതിൽ 3 പുഷ് കോക്കും 2 സാധാ സൂട്ട് ക്ലോസറ്റാണ് ഇവിടെ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അതിന് 2 സെപ്പറേറ്റ് ലൈനിട്ട് ഇറക്കി കൊടുത്തേക്കാണ്. ഇത് ബാത്റൂമിലേക്ക് പോകുന്ന 2 സെപ്പറേറ്റ് വാൾവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് 2 ഇഞ്ച് നമ്മൾ ഇതുവരെ കൊണ്ടുവരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ പുഷ് കോക്ക് ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് 2 ഇഞ്ച് പൈപ്പ് ടോട്ടൽ ടാങ്ക് ലൈൻ അങ്ങനെ അടിച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുന്ന വാഷിംഗ് മെഷീൻ്റെ ലൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഇതുവരെ മുകളിൽ വരെ അടിച്ച് നിർത്തിയിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നേരെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് ഇട്ടിക്കുക കേട്ടോ. ജസ്റ്റ് ഞാൻ മോൾ ഭാഗത്തെ വ്യൂ കൂടി കാണിച്ചിട്ട് നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മോൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 വാട്ടർ ടാങ്കാണ് ഇവിടെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 1000 ലിറ്ററിൻ്റെ കപ്പാസിറ്റി വരുന്ന ടാങ്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ നേരെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടാകും, പോയി കണ്ടാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ടാങ്ക് നമ്മൾ 6 അടി ഹൈറ്റ് വരുന്നതും ഒരു ടാങ്ക് 2 അടി ഹൈറ്റ് വരുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് പർപ്പസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 6 അടി ഹൈറ്റ് വരാനുള്ള കാരണം നമ്മളിവിടെ ഷവറും കാര്യങ്ങളും ഡൈവേർട്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 6 അടി ഹൈറ്റിലേക്ക് പോയത്. ഇവിടെ നിലവിൽ പറഞ്ഞ പോലെ വാട്ടർ തോട്ടിൻ്റെ കണക്ഷൻ ആയതുകൊണ്ട് ഓൾറെഡി അത് 2 അടിക്ക് പോയതാണ്. 6 അടിയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ അതുമല്ല, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വല്ലാതെ കാഴ്ച വരണ്ടല്ലോ വെച്ചിട്ടാണ് 2 അടി ഒന്നാമത്തെ കാര്യം അതങ്ങനെ ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സെറ്റിങ്സ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിച്ച ലൈനുകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മൊത്തം 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ടാങ്കിൽ നിന്ന് ഇറക്കിയത്. ഈ കാണുന്ന പൈപ്പ് 2 ഇഞ്ചാണ് നേരെ താഴ്ഭാഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. അതിലൊരു ലൈൻ ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈൻ ഫിൽറ്ററിൻ്റെ ഉപയോഗം എന്താണ്, ഇതൊക്കെ നമ്മൾ നേരത്തെ ഈ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പറയുന്നില്ല. അപ്പോൾ ഇത് വെക്കേണ്ട രീതി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന 1.25 ഇഞ്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ബാക്കിൽ വീടാണ്. നമ്മൾ ഓവർഫ്ലോ എന്ന് പറയുന്ന സാധനം എപ്പോഴും നമ്മൾ താഴ്ഭാഗത്തേക്ക് ഇറക്കിയിട്ടാണ് കൊടുക്കാറ്. ഓവർഫ്ലോ നമ്മൾ താഴ്ഭാഗത്തേക്ക് ഇറക്കിയിട്ട് അവിടെ ഇതിന് ഓവർഫ്ലോ വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ വല്ല ബോർവെല്ല് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മോട്ടറിൻ്റെ ലൈൻ ഇവിടെ ഇറക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ അരഞ്ച് പൈപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ K6-ൻ്റെ വയർ ഇട്ടിരിക്കുന്നു കേട്ടോ. K6-ൻ്റെ വയർ എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ കട്ട് ഓഫ് ആവുന്നത്. അതിനെ പറ്റിയുള്ള ആ ഡിവൈസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് നേരെ കയറിയിട്ട് കൊടുത്തു. 2 ബോർവെൽ, ഒരു മോട്ടർ, ഒരു കിണറാണ് ഇവിടെ വരുന്നത്. അത് സെപ്പറേറ്റായി നമ്മൾ 2 പൈപ്പ് തന്നെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാങ്കിൽ വരുന്നത് ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ വരുന്നത് ഇതിൻ്റെ കഴുകി വിടാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ കഴുകി വിടാനുള്ള ഓപ്ഷൻ നമ്മൾ നേരെ ഓവർഫ്ലോയിൽ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇവർക്ക് ടാങ്ക് അഴുക്ക് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഓർണഡി തിരിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വരിക. അതിൻ്റെ സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ഓരോ പൈപ്പ് 4 പൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്ത് വെള്ളം ഇല്ലാത്ത സമയത്ത് വെള്ളം കാലിയാക്കിയ ശേഷം മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ചളി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് പോകും. ഉള്ളിലേക്ക് ഇറങ്ങി കഴുകേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. അതേപോലെ തന്നെ ഇനി വരുന്ന ഈ ടാങ്കാണ്. ഈ ടാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വാട്ടർ തൊട്ടി, അതായത് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് വരുന്ന വെള്ളം, അങ്ങനത്തെ വെള്ളത്തിന് മാത്രമുള്ള ഒരു പർപ്പസ് മാത്രമാണ്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങി വെച്ചൊരു ടാങ്കാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വലിയ ലെവലിലെ സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഓവർഫ്ലോ നമ്മൾ നേരെ ഇതിൻ്റെ താഴ്ഭാഗത്തിന് വെച്ചു. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ട് ഓഫ് ആവും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലൈൻ ഫിൽറ്റർ ഇതിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പഞ്ചായത്തിൻ്റെ ലൈനിലൊക്കെ വരുമ്പോൾ ഒരുപാട് ചളിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലോസറ്റിലേക്കും മറ്റേ ഭാവിയിൽ ബൈപ്പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ലൈൻ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു വാൾവ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനിൽ വേണമെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു വാൾവ് വെച്ചിരിക്കണം കേട്ടോ. അത് നമ്മൾ അവിടെയും വാൾവ് വെച്ചിരിക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് ബാക്ക് വാഷ് ചെയ്യാനും അതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ വാൾവ് അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് 2 രീതിക്ക് നിങ്ങൾക്ക് ഈ ലൈൻ ഫിൽറ്റർ ചെയ്യാം. താഴ്ഭാഗത്ത് സെറ്റ് ചെയ്യുന്നവർ നമ്മൾ താഴ്ഭാഗത്തും സെറ്റ് ചെയ്യാറുണ്ട്, മോൾ ഭാഗത്താണെങ്കിൽ മോൾ ഭാഗത്തും സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ ഭാഗത്ത് അവർക്ക് കുഴപ്പമില്ല. ചിലർ താഴ്ഭാഗത്ത് വെക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ലൈൻ ഫിൽറ്റർ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ്, ലൈൻ ഫിൽറ്റർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വെള്ളത്തിന് ഫ്ലോ കമ്മിയാവും. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന് ഫ്ലോ കമ്മിയാവുന്നില്ല. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ചളി ഉണ്ടെങ്കിൽ അത് ഓരോ മാസം കൂടുമ്പോൾ അത് ബാക്ക് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകേണ്ടതാണ്. അത് കഴുകേണ്ട വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ കുറച്ച് പണി കൂടി നമുക്ക് ചെയ്യാണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. ചെറിയൊരു വലിയ ആൾട്രേഷൻ ചെയ്യാത്ത അങ്ങനെ വലിയ വർക്കൊന്നും അല്ല, ചെറിയൊരു വർക്കാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ലാച്ച് റീലയുടെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.